ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. അബ്രഹാം ദൈവവുമായി എങ്ങനെയാണ് നടന്നത്? ഉത്തരം: നിഷ്കളങ്കനായി. അടുത്ത ചോദ്യം: ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം: സർവശക്തിയുള്ള ദൈവം. അടുത്ത ചോദ്യം: അബ്രഹാം എന്ന വാക്കിന് അർത്ഥം? ഉത്തരം: ബഹുജാതികൾക്കു പിതാവ്. അടുത്ത ചോദ്യം: ദൈവം തൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിച്ചത് ആരോട്? ഉത്തരം: അബ്രഹാം. അടുത്ത ചോദ്യം: അബ്രഹാം ഒരു മകനു വേണ്ടി കാത്തിരുന്നത് എത്ര വർഷം? ഉത്തരം: 25 വർഷം. അടുത്ത ചോദ്യം: ദൈവം തൻ്റെ നിയമം പ്രമാണിക്കാൻ തിരഞ്ഞെടുത്ത തലമുറ ഏത്? ഉത്തരം: അബ്രഹാമിൻ്റെ തലമുറ. അടുത്ത ചോദ്യം: അബ്രഹാമിനും ദൈവത്തിനും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളം എന്ത്? ഉത്തരം: പരിച്ഛേദന. അടുത്ത ചോദ്യം: ഏറ്റവും കൂടിയ പ്രായത്തിൽ പരിച്ഛേദന ഏറ്റ വ്യക്തി ആര്? ഉത്തരം: അബ്രഹാം. അടുത്ത ചോദ്യം: എത്രാമത്തെ ദിവസമാണ് പരിച്ഛേദന ഏൽക്കേണ്ടത്? ഉത്തരം: 8-ാം ദിവസം. അടുത്ത ചോദ്യം: ബഹുജാതികൾക്ക് മാതാവായി തീർന്നവൾ ആര്? ഉത്തരം: സാറ. അടുത്ത ചോദ്യം: അബ്രഹാം ദൈവം മുൻപാകെ 2 പ്രാവശ്യം കവിണ്ണു വീണു. എപ്പോഴെല്ലാം? ഒന്നാമത് ദൈവം വാഗ്ദത്തം ചെയ്തപ്പോഴും രണ്ടാമത് ദൈവം നിയമം ചെയ്തപ്പോഴും. അടുത്ത ചോദ്യം: ആദ്യം ചിരിച്ചതായി പറഞ്ഞിരിക്കുന്നത് ആരെ? ഉത്തരം: അബ്രഹാം. അടുത്ത ചോദ്യം: ദൈവം തൻ്റെ നിയമത്തെ നിത്യനിയമമായി ഓർത്തിരിക്കുന്നത് ആരോടാണ്? ഉത്തരം: ഇസഹാക്കിനോടും അവൻ്റെ സന്തതിയോടും. അടുത്ത ചോദ്യം: അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കുമെന്ന് യഹോവ വാഗ്ദത്തം ചെയ്തത് ആരെക്കുറിച്ച്? ഉത്തരം: ഇശ്മായേലിനെ കുറിച്ച്. അടുത്ത ചോദ്യം: അബ്രഹാമിൻ്റെ കൂട്ടത്തിൽ ആരൊക്കെയാണ് പരിച്ഛേദന ഏറ്റത്? ഉത്തരം: ഇശ്മായേൽ, വീട്ടിൽ ജനിച്ച സകല ദാസന്മാരും വിലയ്ക്ക് വാങ്ങിയവരും തൻ്റെ വീട്ടിലെ സകല പുരുഷന്മാരും. അടുത്ത ചോദ്യം: ഇശ്മായേൽ പരിച്ഛേദന ഏറ്റപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? ഉത്തരം: 13. ഇവിടെ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അതിൻ്റെ റെഫറൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംശയമുള്ളവർ ബൈബിൾ നോക്കി റെഫർ ചെയ്യുക. അപ്പോൾ അടുത്ത നമുക്ക് 18-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളുമായി പിന്നെയും കാണാം. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.